ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പോയം ദ ഫാർമർ കർഷകൻ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പോയം ദ ഫാർമർ. The king may rule o'er land and sea, the lord may live right royally. The soldier rides in pomp and pride, the sailor roams o'er occasion wide. But this or that, whatever befall, the farmer he must feed them all. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വരികളിൽ കവി വിവിധ പ്രധാന വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നു. രാജാവ് രാജ്യം ഭരിക്കുന്നു. പ്രഭു വലിയ ആഡംബരത്തിലാണ് ജീവിക്കുന്നത്. പട്ടാളക്കാരൻ തന്റെ യൂണിഫോമിൽ അഭിമാനിക്കുന്നു. നാവികൻ കടലിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഈ ആളുകൾ എത്ര ശക്തരും തിരക്കുള്ളവരുമാണെങ്കിലും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് കർഷകരാണ്. കർഷകരില്ലാതെ ആർക്കും ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല. The writer thinks, the poet sings, the craftsman fashion wondrous things, the doctor heals, the lawyer pleads, the miner follows, the precious leads. But this or whatever befall, the farmer he must feed them all. ഈ വരികളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കവി മറ്റ് ജോലികൾ പരാമർശിക്കുന്നു. എഴുത്തുകാരനും കവികളും കഥകളും കവിതകളും സൃഷ്ടിക്കുന്നു. കരകൗശല വിദഗ്ധർ മനോഹരമായ വസ്തുക്കൾ നിർമ്മിക്കുന്നു. ഡോക്ടർമാർ ആളുകൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. അഭിഭാഷകർ നിയമപരമായ സഹായങ്ങൾ നൽകുന്നു. ഖനിത്തൊഴിലാളികൾ വിലയേറിയ ധാതുക്കൾക്കായി ഖനനം ചെയ്യുന്നു. ഇപ്രകാരമുള്ള പ്രധാന റോളുകൾ ഉണ്ടായിരുന്നിട്ടും എല്ലാവർക്കും അതിജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം നൽകുന്നതിനാൽ കർഷകർ വേറിട്ട് തന്നെ നിൽക്കുന്നു. വീണ്ടും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിൽ കർഷകന്റെ നിർണായക പങ്ക് പ്രാധാന്യമർഹിക്കുന്നു. The merchant he may buy and sell, the teacher does his duty well, but men may toil through busy days, or men may stroll through pleasant ways. From king to beggar, whatever befall, the farmer he must feed them all. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യാപാരിയെ കുറിച്ചും വിദ്യാർത്ഥികളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ചും ഈ വരികളിൽ പറയുന്നു. ചില ആളുകൾ ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ വിശ്രമമുണ്ട്. അവരുടെ സാഹചര്യങ്ങൾ എന്തുതന്നെ ആയാലും, അവർ സമ്പന്നരായാലും രാജാക്കന്മാരെ പോലെ, ദരിദ്രരായാലും രാജകരെ പോലെ, എല്ലാവരും ഭക്ഷണത്തിനായി കർഷകരെ ആശ്രയിക്കുന്നു. ആരുതന്നെ ആയാലും കർഷകൻ എല്ലാവർക്കും അനിവാര്യമാണ്. The farmer's tread is one of the worth. He is partner with the sky and earth. He is partner with the sun and rain. And no man loses for his gain. And men may rise or men may fall, but the farmer he must feed them all. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അവസാന വരികളിൽ കർഷകന്റെ ജോലി എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് കവി ഊന്നി പറയുന്നു. കർഷകൻ തന്റെ വിളകൾക്ക് സൂര്യപ്രകാശത്തെയും മഴയെയും ആശ്രയിക്കുന്നതിനാൽ പ്രകൃതിയുമായി ആകാശവും ഭൂമിയും ചേർന്ന് പ്രവർത്തിക്കുന്നു. കർഷകൻ ഭക്ഷ്യവസ്തുക്കൾ വളർത്തുമ്പോൾ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കർഷകൻ വിജയിക്കുമ്പോൾ ആർക്കും നഷ്ടമുണ്ടാവുന്നില്ല. ആളുകൾ ജീവിതത്തിൽ നല്ലത് ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് എല്ലായ്പ്പോഴും ഭക്ഷണം ആവശ്യമാണ്. അത് എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന കർഷകനിൽ നിന്നാണ് വരുന്നത്. നെക്സ്റ്റ്, ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. പിക്ക് ഔട്ട് ദ ലൈൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് എ കിങ്. രാജാവിന്റെ പങ്ക് വിവരിക്കുന്ന വരി എടുത്തെഴുതുക. അപ്പൊ എന്തായിരിക്കും? ദ കിങ് മേ റൂൾ ഓർ ലാൻഡ് ആൻഡ് സീ. നെക്സ്റ്റ്, ദ ഫാമർ ഈസ് സുപ്പീരിയർ ടു ദ കിങ്. ഡു യു എഗ്രി? എക്സ്പ്ലെയിൻ. കർഷകൻ രാജാവിനേക്കാൾ ശ്രേഷ്ഠനാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. അപ്പൊ നിങ്ങൾ യോജിക്കുന്നുണ്ടോ മക്കളെ? Yes, I agree that in a way the farmer is superior to the king because the farmer provides the essential food that sustain all life, including that of the king, illustrating the farmer's crucial role in society. Next question, where does the sailor go? നാവികൻ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് മക്കളെ? The sailor roams on occasion wide. Next question,
Pick out the word from the poem for the person who buys and sell. ദ പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽ എന്ന അർത്ഥം വരുന്ന വാക്ക് പദ്യത്തിൽ നിന്നും എടുത്തെഴുതുക. അപ്പം എന്തായിരിക്കും? ദ വേർഡ് ഈസ് മർച്ചന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ഫാമിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ? എക്സ്പ്ലെയിൻ. കൃഷി ഒരു മഹത്തായ തൊഴിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. Yes, farming is a noble profession as it involves hard work and dedication to provide food for the entire community and supports the cycle of life, contributing to the well-being of society as a whole. ഈ പാഠഭാഗത്തെ ബാക്കി ആക്ടിവിറ്റിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ.